I am Jibin Matthew. Welcome to Royalty Accounts Part 5. Case 2. When there is minimum rent clause without the right of recoupment. Problem number 2. On 1st January 2010, X Limited took on lease a mine from Y Limited on a royalty of Rs 15 per ton of mineral extracted with a minimum rent of Rs 30,000 per annum. ഇവിടെ 1st January 2010 എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിൽ നിന്ന് ഒരു മൈന് ലീസിന് എടുക്കുകയാണ്. റോയൽറ്റി ഓരോ ടണ്ണിനും 15 രൂപ വെച്ചാണ്. മിനറൽസ് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന ഓരോ ടണ്ണിനും 15 രൂപ വെച്ചാണ് ഇവിടെ റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ മിനിമം റെൻറ്റ് 30,000 ഉണ്ട്. മിനിമം റെൻറ്റ് എമൗണ്ട് ലെസി ലെസർക്ക് ഉറപ്പായിട്ടും പേയ്മെൻറ്റ് നടത്തിയിരിക്കണം. The following related to the working of X Limited for the first 5 years. ആദ്യത്തെ 5 വർഷത്തെ ഡേറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇയർ 2010 ക്വാണ്ടിറ്റി 1400 tons, 2011 1600 tons, 2012 1800 tons, 2013 2200 tons, 2014 2000 tons. Give journal entries and ledger accounts in the books of X Limited and Y Limited, assuming that there is no provision for recoupment of road working during subsequent years. 2010 തുടങ്ങി 2014 വരെയുള്ള ക്വാണ്ടിറ്റിയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. മിനറൽസ് എക്സ്ട്രാക്റ്റ് ചെയ്തതിൻ്റെ ക്വാണ്ടിറ്റിയാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ജേണൽ എൻട്രീസും ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. എക്സ് ലിമിറ്റഡിൻ്റെയും വൈ ലിമിറ്റഡിൻ്റെയും, അതായത് ലെസിയുടെയും ലെസറുടെയും ബുക്കിലെ എൻട്രീസ് എഴുതുകയും അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുമാണ് പറയുന്നത്. ഇവിടെ മിനിമം റെൻറ്റ് ഉണ്ടെങ്കിലും ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ചെയ്യാനുള്ള അവസരമില്ല എന്നും പറയുന്നുണ്ട്. നമുക്ക് ആൻസറിലേക്ക് പോകാം. 2010 തുടങ്ങി 2014 വരെ ഉള്ള ഇയറിൽ മിനറൽസ് എക്സ്ട്രാക്റ്റ് ചെയ്തതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. ഓരോ വർഷത്തെയും മിനറൽസിൻ്റെ ക്വാണ്ടിറ്റിയോടുകൂടി 15 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റോയൽറ്റി കിട്ടുന്നത്. ആദ്യത്തെ വർഷത്തെ റോയൽറ്റി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. 1400 ഇൻറ്റു 15 ആണ് 21,000. 2011 1600 ഇൻറ്റു 15 24,000. 2012 1800 ഇൻറ്റു 15 27,000. 2013 2200 ഇൻറ്റു 15 33,000. 2014 2000 ഇൻറ്റു 15 30,000. എല്ലാ വർഷവും മിനിമം റെൻറ്റ് 30,000 തന്നെയാണ്. എമൗണ്ട് ടു ബി പെയ്ഡ് ലാസ്റ്റ് കോളത്തിൽ എമൗണ്ട് ടു ബി പെയ്ഡ് ആണ്. 2010 പോകാം. 2010 റോയൽറ്റി 21,000, മിനിമം റെൻറ്റ് 30,000 വന്നിരിക്കുന്നത്. ലെസി ലെസർക്ക് കൊടുക്കേണ്ട മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ 30,000 ആണ്, മിനിമം റെൻറ്റ് എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ എമൗണ്ട് ടു ബി പെയ്ഡ് ലെസി ലെസർക്ക് കൊടുക്കേണ്ട എമൗണ്ട് 30,000 ആണ്. 2011 നോക്കിയാൽ റോയൽറ്റി 24,000, മിനിമം റെൻറ്റ് 30,000 ഇവിടെയും മിനിമം റെൻ്റാണ് കൂടുതൽ, റോയൽറ്റി 24,000 ഉള്ളൂ. അതുകൊണ്ട് മിനിമം റെൻ്റായിട്ടുള്ള 30,000 ആണ് ലെസി ലെസർക്ക് കൊടുക്കേണ്ടത്. 2012
മിനിമം റെന്റ് 30,000-ഉം റോയൽറ്റി 27,000-ഉമാണ്. ഇവിടെയും മിനിമം റെന്റ് കൂടുതലും റോയൽറ്റി കുറവുമാണ്. അതുകൊണ്ട് കൂടുതലുള്ള മിനിമം റെന്റ് വേണം പേയ്മെൻറ്റ് നടത്താനായിട്ട്. 30,000 ലെസർക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടത്. 2013 റോയൽറ്റിയുടെ എമൗണ്ട് 33,000-ഉം മിനിമം റെന്റ് 30,000-ഉമാണ്. ഇവിടെ മിനിമം റെന്റ് കുറവും റോയൽറ്റി കൂടുതലുമാണ്. കൂടുതലുള്ള റോയൽറ്റിയാണ് ഇവിടെ ലെസർക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടത്. 2014 റോയൽറ്റിയും മിനിമം റെന്റും 30,000 തന്നെയാണ്. അതുകൊണ്ട് 30,000 ഇവിടെ ലെസർക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടത്. 2014 ഷോർട്ട് വർക്കിംഗ് ഒന്നും ഉണ്ടാകുന്നില്ല. റോയൽറ്റി മിനിമം റെന്റിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഏതൊക്കെ വർഷങ്ങളിലാണോ മിനിമം റെന്റ് റോയൽറ്റിയേക്കാൾ കൂടി നിൽക്കുന്നത്, അല്ലെങ്കിൽ മിനിമം റെന്റ് എമൗണ്ട് കൂടുതലും റോയൽറ്റി കുറവായിട്ട് നിൽക്കുന്നത്, ആ വർഷങ്ങളിലൊക്കെ ഷോർട്ട് വർക്കിംഗ്സ് വരും. മിനിമം റെന്റും റോയൽറ്റിയും തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് ആ വർഷങ്ങളിലെ ഷോർട്ട് വർക്കിംഗ്സ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 2010 റോയൽറ്റി 21,000-ഉം മിനിമം റെന്റ് 30,000-ഉമാണ്. 30,000 മൈനസ് 21,000 9,000 ആണ് ഇവിടുത്തെ ഷോർട്ട് വർക്കിംഗ്. രണ്ടാമത്തെ ഇയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2011 മിനിമം റെന്റ് 30,000-ഉം റോയൽറ്റി 24,000-ഉമാണ്. ഇവിടെ 30,000 മൈനസ് 24,000 6,000 ആണ് ഷോർട്ട് വർക്കിംഗ്സ് വരുന്നത്. ഇങ്ങനെയാണ് 2012 ഷോർട്ട് വർക്കിംഗ്സ് വരുന്നുണ്ട്. 3,000 ആണ് 2012 ഷോർട്ട് വർക്കിംഗ്സ് വരുന്നത്. 2013 ഷോർട്ട് വർക്കിംഗ്സ് വരുന്നില്ല. കാരണം റോയൽറ്റിയാണ് കൂടുതൽ. അവിടെ മിനിമം റെന്റിനേക്കാൾ കൂടുതൽ റോയൽറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഷോർട്ട് വർക്കിംഗ്സ് വരുന്നില്ല. 2014 ഷോർട്ട് വർക്കിംഗ്സ് വരുന്നില്ല. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ്. ലെസിയുടെ ബുക്കിലെ ജേണൽ എൻട്രീസ് നോക്കാം. 2010 ഡിസംബർ 31 ആണ് ആദ്യത്തെ ഇയർ. ഫസ്റ്റ് എൻട്രി മിനിമം റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു വൈ ലിമിറ്റഡ്. മിനിമം റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു വൈ ലിമിറ്റഡ്. എമൗണ്ട് ഓഫ് മിനിമം റെന്റ് പേയബിൾ. ലെസർക്ക് കൊടുക്കാനുള്ള മിനിമം റെന്റ് ഡ്യൂ ആകുന്നതിൻ്റെ എൻട്രിയാണ്. എമൗണ്ട് 30,000 ആണ്. മിനിമം റെന്റ് ആണ് ആ കേസിൽ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നത്. സെക്കൻഡ് എൻട്രി റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് ഡെറ്റർ ടു മിനിമം റെന്റ് അക്കൗണ്ട്. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 21,000, ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് ഡെറ്റർ 9,000, ടു മിനിമം റെന്റ് 30,000. The amount of royalty and short workings brought into record. മിനിമം റെന്റ് 30,000 ആണ്. ആ മിനിമം റെന്റിൽ റോയൽറ്റി 21,000-ഉം ഷോർട്ട് വർക്കിംഗ്സ് 9,000-ഉമാണ്. മിനിമം റെന്റ് എമൗണ്ടിനെ റോയൽറ്റി ആയിട്ടും ഷോർട്ട് വർക്കിംഗ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ഈ എൻട്രി നമ്മൾ എഴുതുന്നത്. നെക്സ്റ്റ് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ് വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇവിടെ മിനിമം റെന്റ് വേണം പേയ്മെന്റ് നടത്താനായിട്ട്. 30,000 ആണ് പേയ്മെന്റ് നടത്തുന്നത്. വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ് എൻട്രി വരുന്നത്. വൈ ലിമിറ്റഡ് ലെസർ ആണ്. ലെസർക്കാണ് പേയ്മെന്റ് നടത്തേണ്ടത്. ലെസി പേയ്മെന്റ് നടത്തുമ്പോൾ ലെസിയുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി അക്കൗണ്ട്. റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റോയൽറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. ഫസ്റ്റ് ഇയറിൽ റോയൽറ്റി 21,000 ആണ്. അതുകൊണ്ട് പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 21,000 ടു റോയൽറ്റി 21,000. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് 9,000. ഷോർട്ട് വർക്കിംഗ്സ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണിത്. ഇവിടെ
റീകൂപ്മെൻറ്റിനുള്ള അവസരമില്ലാത്തത് കൊണ്ട് ഓരോ വർഷവും ഓരോ ഇയർ എൻഡിങ്ങിലും അതാത് വർഷത്തെ ഷോർട്ട് വർക്കിങ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഷോർട്ട് വർക്കിങ്സ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 9,000 ടു ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് 9,000. നെക്സ്റ്റ് 2011 ഡിസംബർ 31 സെക്കൻഡ് ഇയറിൽ എൻട്രീസ്. രണ്ടാമത്തെ വർഷവും മിനിമം റെന്റ് എമൗണ്ട് ആണ് പേയ്മെന്റ് നടത്തേണ്ടി വരുന്നത്. കാരണം റോയൽറ്റി കുറവും മിനിമം റെന്റ് കൂടുതലുമാണ്. മിനിമം റെന്റ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു വൈ ലിമിറ്റഡ് 30,000. മിനിമം റെന്റ് പേബിൾ ആവുന്ന അല്ലെങ്കിൽ ഡ്യൂ ആവുന്നതിൻ്റെ എൻട്രിയാണിത്. നെക്സ്റ്റ് എൻട്രി മിനിമം റെന്റിനെ റോയൽറ്റി ആയിട്ടും ഷോർട്ട് വർക്കിങ്സ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 24,000, ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് ഡെറ്റർ 6,000 ടു മിനിമം റെന്റ് അക്കൗണ്ട് 30,000. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 24,000, ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് ഡെറ്റർ 6,000 ടു മിനിമം റെന്റ് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് മിനിമം റെന്റ് എമൗണ്ട് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 30,000. വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ബാങ്ക് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റോയൽറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 24,000 ടു റോയൽറ്റി അക്കൗണ്ട് 24,000. 24,000 ആയിരുന്നു ആ വർഷത്തെ ഷോർട്ട് വർക്കിങ്സ്. ബാലൻസ് ഉള്ള 6,000 ആണ് ഷോർട്ട് വർക്കിങ്സ്. നെക്സ്റ്റ് എൻട്രി ഷോർട്ട് വർക്കിങ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 6,000 ടു ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് 6,000. നെക്സ്റ്റ് 2012 ഡിസംബർ 31 മിനിമം റെന്റ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു വൈ ലിമിറ്റഡ് 30,000. മിനിമം റെന്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ്. നെക്സ്റ്റ് റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 27,000, ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് ഡെറ്റർ 3,000 ടു മിനിമം റെന്റ് അക്കൗണ്ട് 30,000. മിനിമം റെന്റിൽ നിന്ന് റോയൽറ്റിയെയും ഷോർട്ട് വർക്കിങ്സിനെയും സ്പ്ലിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 27,000, ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് ഡെറ്റർ 3,000 ടു മിനിമം റെന്റ് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് മിനിമം റെന്റ് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ബാങ്ക് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ 27,000 ടു റോയൽറ്റി അക്കൗണ്ട് 27,000. നെക്സ്റ്റ് ഷോർട്ട് വർക്കിങ്സ് 3,000 ആണ് ഇവിടെ ഷോർട്ട് വർക്കിങ്സ് വന്നിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 3,000 ടു ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് 3,000. നെക്സ്റ്റ് 2013 ഡിസംബർ 31 2013 റോയൽറ്റിയാണ് പേയ്മെന്റ് നടത്തേണ്ടത്. കാരണം 33,000 റോയൽറ്റി വന്നിട്ടുണ്ട്. കൂടുതലുള്ളത് റോയൽറ്റിയാണ്. അതുകൊണ്ട് ഇവിടെ മിനിമം റെന്റ് അല്ല, റോയൽറ്റിയാണ് പേയ്മെന്റ് നടത്തേണ്ടത്. അതുകൊണ്ട് ഇവിടെ റോയൽറ്റി അക്കൗണ്ടിന് ഡെബിറ്റ് വരണം, മിനിമം റെന്റിനല്ല റോയൽറ്റി അക്കൗണ്ടിനാണ് ഡെബിറ്റ് വരേണ്ടത്. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 33,000 ടു വൈ ലിമിറ്റഡ് 33,000. ഇവിടെ റോയൽറ്റി പേബിൾ ആവുന്ന അല്ലെങ്കിൽ ഡ്യൂ ആവുന്നതിൻ്റെ എൻട്രിയാണിത്. അതുപോലെ ഈ കേസിൽ ഷോർട്ട് വർക്കിങ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ഷോർട്ട് വർക്കിങ്സിനെയും റോയൽറ്റിയെയും സ്പ്ലിറ്റ് ചെയ്യാനുള്ള എൻട്രിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. മിനിമം റെന്റ് അല്ല, റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. എൻട്രി നമ്മൾ കഴിഞ്ഞ തവണ എഴുതിയ എൻട്രി തന്നെയാണ്. മിനിമം റെന്റിന് പകരം റോയൽറ്റിയാണ് പേയ്മെന്റ് നടത്തുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 33,000 ടു ബാങ്ക് അക്കൗണ്ട് 33,000. നെക്സ്റ്റ്
റോയൽറ്റി പൊട്ടൻഷ്യൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പൊട്ടൻഷ്യൽ അക്കൗണ്ട് ഡെറ്റർ 33,000 ടു റോയൽറ്റി അക്കൗണ്ട് 33,000. റോയൽറ്റി പൊട്ടൻഷ്യൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഷോർട്ട് വർക്കിങ്സ് ഇല്ലാത്തത് കൊണ്ട് ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് വർക്കിങ്സ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഇവിടെ വരുന്നില്ല. നെക്സ്റ്റ് 2014 ഡിസംബർ 31. ഇവിടെയും മിനിമം റെന്റ് എമൗണ്ട് അല്ല പേയ്മെന്റ് നടത്തുന്നത്. റോയൽറ്റി 30,000 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മിനിമം റെന്റും ഷോർട്ട് വർക്കിങ്സും ഒന്നും വരുന്നില്ല. ഇവിടെ ഈ പേയ്മെന്റ് നടത്തേണ്ടത് റോയൽറ്റിയാണ്. അതുകൊണ്ട് എൻട്രി വരുന്നത് റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ ടു വൈ ലിമിറ്റഡ് എന്നാണ്. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 30,000 ടു വൈ ലിമിറ്റഡ് 30,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. ആദ്യത്തെ എൻട്രി റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രി ആയിരുന്നു. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. വൈ ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ബാങ്ക് അക്കൗണ്ട് 30,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പൊട്ടൻഷ്യൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റോയൽറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പൊട്ടൻഷ്യൽ അക്കൗണ്ട് ഡെറ്റർ 30,000 ടു റോയൽറ്റി അക്കൗണ്ട് 30,000. ഇവിടെയും ഷോർട്ട് വർക്കിങ്സ് ഇല്ലാത്തത് കൊണ്ട് റോയൽറ്റി ക്ലോസ് ചെയ്തതുപോലെ ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോർട്ട് വർക്കിങ്സ് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് എക്സ് ലിമിറ്റഡ് ജെസി. നമ്മൾ ജെസിയുടെ ബുക്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അക്കൗണ്ടുകൾ മിനിമം റെന്റ് അക്കൗണ്ട്, റോയൽറ്റി അക്കൗണ്ട്, വൈ ലിമിറ്റഡ് അക്കൗണ്ട്, ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി എഴുതിയിരിക്കുന്ന ജേണൽ എൻട്രീസ് ഈ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്താൽ മതിയാവും. ഫസ്റ്റ് നമ്മൾ ഡേറ്റ് റെക്കോർഡ് ചെയ്യണം. 2010 ഡിസംബർ 31 ആണ് ഡേറ്റ് വരുന്നത്. ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് മിനിമം റെന്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ്. മിനിമം റെന്റ് ഡ്യൂ ആവുന്ന എൻട്രി വരുന്നത് മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു വൈ ലിമിറ്റഡ് എന്നാണ്. മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു വൈ ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യാം. മിനിമം റെന്റ് അക്കൗണ്ടിൽ ടു വൈ ലിമിറ്റഡ് അക്കൗണ്ട്. ഡേറ്റ് 2010 ഡിസംബർ 31. എമൗണ്ട് കൊടുക്കേണ്ടത് 30,000 ആണ്. ഫസ്റ്റ് ഇയറിൽ 2010 മിനിമം റെന്റ് ആണ് കൂടുതലായിട്ട് വരുന്നത്. റോയൽറ്റി 21,000 ഉള്ളൂ. അവിടെ പേയ്മെന്റ് നടത്തേണ്ടത് മിനിമം റെന്റ് എമൗണ്ട് ആണ്. അതുകൊണ്ടാണ് മിനിമം റെന്റ് ഡ്യൂ ആകുന്നു വരുന്നത്. മിനിമം റെന്റ് അക്കൗണ്ടിൽ അതുകൊണ്ട് ടു വൈ ലിമിറ്റഡ് എന്ന് 30,000 കൊടുത്തു. വൈ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ബൈ മിനിമം റെന്റ് അക്കൗണ്ട് എമൗണ്ട് 30,000 തന്നെയാണ്. ഡേറ്റ് 2010 ഡിസംബർ 31. ഇനി നെക്സ്റ്റ് എൻട്രിയിലേക്ക് പോകാം. മിനിമം റെന്റിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. റോയൽറ്റിയും ഷോർട്ട് വർക്കിങ്സുമാണ്. ഇവിടെ മിനിമം റെന്റ് ആണ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ മിനിമം റെന്റ് പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ റോയൽറ്റിയും മിനിമം റെന്റിനെയും ഷോർട്ട് വർക്കിങ്ങിനെയും സ്പ്ലിറ്റ് ചെയ്യുകയാണ് രണ്ടാമത്തെ എൻട്രിയിൽ ചെയ്യുന്നത്. റോയൽറ്റി അക്കൗണ്ട് ഡെറ്റർ 21,000, ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് ഡെറ്റർ 9,000 ടു മിനിമം റെന്റ് അക്കൗണ്ട്. ഇതാണ് എൻട്രി. നമുക്ക് ആ എൻട്രി പോസ്റ്റ് ചെയ്യാം. റോയൽറ്റി അക്കൗണ്ടിൽ ടു മിനിമം റെന്റ് റോയൽറ്റി അക്കൗണ്ടിൽ മിനിമം റെന്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന റോയൽറ്റിയുടെ എമൗണ്ട് എത്രയാണോ അതാണ് കൊടുക്കേണ്ടത്. 21,000 ആണ്. ഇനി ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ടിൽ അവിടെയും ടു മിനിമം റെന്റ് എന്ന് പോസ്റ്റിംഗ് വരും. 2010 ഡിസംബർ 31. 9,000 ആണ് ഇവിടെ
ഷോർട്ട് വർക്കിംഗ്സിന്റെ എമൗണ്ട് വരുന്നത്. ഇനി മിനിമം റെന്റ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി 21,000, ബൈ ഷോർട്ട് വർക്കിംഗ്സ് 9,000. അപ്പോൾ എൻട്രിയുടെ പോസ്റ്റിംഗ് കംപ്ലീറ്റ് ആയി. റോയൽറ്റി അക്കൗണ്ടിൽ 2 മിനിമം റെന്റ് എന്ന പോസ്റ്റിംഗ് വരും. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ 2 മിനിമം റെന്റ് എന്ന പോസ്റ്റിംഗ് വരും. മിനിമം റെന്റ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി ബൈ ഷോർട്ട് വർക്കിംഗ്സ്. ഇനി അടുത്ത എൻട്രിയിലേക്ക് പോകാം. ഇനി എമൗണ്ട് പേയ്മെന്റ് നടത്തുന്നതാണ്. ഇവിടെ മിനിമം റെന്റ് ആയിട്ടുള്ള 30,000 ആണ് പേയ്മെന്റ് നടത്തുന്നത്. ബൈ ലിമിറ്റഡിനാണ് പേയ്മെന്റ് നടത്തുന്നത്. ബൈ ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് എൻട്രി വരുന്നത്. ബൈ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പോസ്റ്റിംഗ് വരും. എമൗണ്ട് 30,000 ആണ്. ഇനി നെക്സ്റ്റ് എൻട്രിയിലേക്ക് പോകാം. റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എൻട്രി വരുന്ന പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി എന്നാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ അക്കൗണ്ട് 21,000 ആണ്. നെക്സ്റ്റ് ഷോർട്ട് വർക്കിംഗ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് ചെയ്യുന്ന എൻട്രിയാണ്. ഇവിടെ റീഗ്രൂപ്പ്മെന്റിനുള്ള അവസരമില്ല. അതുകൊണ്ട് ഓരോ വർഷവും അവസാനം അതാത് വർഷങ്ങളിലെ ഷോർട്ട് വർക്കിംഗ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി റിട്ടേൺ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഷോർട്ട് വർക്കിംഗ്സ് എന്നാണ് എൻട്രി വരുന്നത്. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 9,000 ആണ്. 2010 ഡിസംബർ 31. ഫസ്റ്റ് ഇയറിലെ അതായത് 2010 എൻട്രീസ് എല്ലാം പോസ്റ്റിംഗ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി അക്കൗണ്ടുകൾ നമുക്ക് ബാലൻസ് ചെയ്യാം. മിനിമം റെന്റ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഈക്വലാണ്. 30,000 ആണ്. ടോട്ടൽ എമൗണ്ട് ഇവിടേക്ക് എഴുതുക. അതുപോലെ തന്നെ റോയൽറ്റി അക്കൗണ്ടും ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡ് ഈക്വലാണ്. 21,000 ആണ് വരുന്നത്. വെറുതെ ടോട്ടൽ ചെയ്ത് കാണിച്ചാൽ മതി. അതുപോലെ തന്നെ ബൈ ലിമിറ്റഡ് അക്കൗണ്ടിലും ബാലൻസ് ഒന്നുമില്ല. രണ്ട് സൈഡ് ഈക്വലാണ്. ടോട്ടൽ 30,000 വരും. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടും അതുപോലെ തന്നെ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരും. 9,000 ആണ് ടോട്ടൽ വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് പോകാം. സെക്കൻഡ് ഇയറിലും സെയിം എൻട്രീസ് ഒക്കെ തന്നെയാണ് വരുന്നത്. എമൗണ്ടിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. സെക്കൻഡ് ഇയറിലും മിനിമം റെന്റ് 30,000 ആണ്. റോയൽറ്റി 24,000 വരുന്നുള്ളൂ. ഇവിടെ റോയൽറ്റി കുറവായതുകൊണ്ട് മിനിമം റെന്റ് എമൗണ്ട് ആണ് പേയ്മെന്റ് നടത്തേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഡ്യൂ ആകുന്ന എമൗണ്ട് മിനിമം റെന്റ് ആണ്. മിനിമം റെന്റ് ഡ്യൂ ആകുന്നതിന്റെ എൻട്രി മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു ബൈ ലിമിറ്റഡ് എന്നാണ്. മിനിമം റെന്റ് അക്കൗണ്ടിൽ 2 ബൈ ലിമിറ്റഡ് എന്ന പോസ്റ്റിംഗ് വരും. 2 ബൈ ലിമിറ്റഡ്. ഡേറ്റ് വരുന്നത് 2011 ഡിസംബർ 31. ബൈ ലിമിറ്റഡ് അക്കൗണ്ടിൽ ബൈ മിനിമം റെന്റ് എമൗണ്ട് 30,000. നെക്സ്റ്റ് എൻട്രി ഷോർട്ട് വർക്കിംഗ്സിനെയും റോയൽറ്റിയും നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. മിനിമം റെന്റ് 30,000 ഉണ്ട്. അതിൽ നിന്ന് റോയൽറ്റിയും ഷോർട്ട് വർക്കിംഗ്സിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. റോയൽറ്റി അക്കൗണ്ട് ലെറ്റർ ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് ലെറ്റർ 2 മിനിമം റെന്റ് എന്നാണ് എൻട്രി വരുന്നത്. ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത് റോയൽറ്റി അക്കൗണ്ടിൽ 2 മിനിമം റെന്റ് എന്ന പോസ്റ്റിംഗ് വരും.
റോയൽറ്റി അക്കൗണ്ടിൽ 2 മിനിമം റെന്റ് എന്ന പോസ്റ്റിംഗ് വരും. അതുപോലെ തന്നെ ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിലും 2 മിനിമം റെന്റ് എന്ന പോസ്റ്റിംഗ് വരും. മിനിമം റെന്റ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി ബൈ ഷോർട്ട് വർക്കിംഗ്സ്. ഡേറ്റ് 2011 ഡിസംബർ 31 ആണ്. എമൗണ്ടുകൾ റോയൽറ്റിയുടെ എമൗണ്ട് 24,000 ആണ്. ഷോർട്ട് വർക്കിംഗ്സിന്റെ എമൗണ്ട് 6,000 ആണ്. ഇനി തേർഡ് എൻട്രി എന്ന് പറയുന്നത് എമൗണ്ട് പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. വൈ ലിമിറ്റഡ് അക്കൗണ്ടിനാണ് പേയ്മെന്റ് നടത്തുന്നത്. വൈ ലിമിറ്റഡിനാണ് പേയ്മെന്റ് നടത്തുന്നതുകൊണ്ട് വൈ ലിമിറ്റഡ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. വൈ ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് കൊടുക്കുന്നവിടെ 30,000 ആണ്. നെക്സ്റ്റ് എൻട്രി പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് റോയൽറ്റിയുടെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി റോയൽറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി എന്നാണ് എൻട്രി വരുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ. റോയൽറ്റിയുടെ എമൗണ്ട് എത്രയാണോ അതാണ് നമ്മൾ കൊടുക്കുന്നത്. 24,000 ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്ന ഷോർട്ട് വർക്കിംഗ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി റിട്ടേൺ ഓഫ് ചെയ്യുന്നതാണ്. ഇവിടെ റീകൂപ്മെന്റിനുള്ള അവസരമില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും അവസാനം അതാത് വർഷങ്ങളിലെ ഷോർട്ട് വർക്കിംഗ്സ് ഉണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി റിട്ടേൺ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു ഷോർട്ട് വർക്കിംഗ്സ് എന്നാണ്. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് ഇവിടെ പോസ്റ്റിംഗ് വരുന്നത്. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് 6,000 ആണ്. 2011 എല്ലാ എൻട്രീസും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാ അക്കൗണ്ടുകളും ടോട്ടൽ ചെയ്യാം, ബാലൻസ് ചെയ്യാം. മിനിമം റെന്റ് അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും വരുന്നില്ല. രണ്ട് സൈഡ് വീക്കിലാണ്. 30,000 ആണ് വരുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ അതുപോലെ തന്നെ 24,000 ആണ് രണ്ട് സൈഡിലും വരുന്നത്. അക്കൗണ്ട് ടോട്ടൽ ചെയ്തിടുക. അതുപോലെ വൈ ലിമിറ്റഡ് അക്കൗണ്ടിലും രണ്ട് സൈഡിലും 30,000 ആണ് വരുന്നത്. മിനിമറിന്റെ 6,000 വന്നിരിക്കുന്നു ഡെബിറ്റ് സൈഡിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6,000 വന്നിരിക്കുന്നു. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിലും ബാലൻസ് ഒന്നുമില്ല. രണ്ട് സൈഡും ഈക്വലാണ്. ഇനി 2012 ഡിസംബർ 31 എൻട്രീസ് ആണ് വരുന്നത്. അവിടെയും മിനിമം റെന്റ് ആണ് പേയബിൾ ആയിട്ടുള്ളത്. കാരണം റോയൽറ്റി 27,000 വരുന്നുള്ളൂ. മിനിമം റെന്റ് എമൗണ്ട് കൂടുതലും റോയൽറ്റി കുറവുമാണ്. അതുകൊണ്ട് തന്നെ മിനിമം റെന്റ് എമൗണ്ട് വേണം പേയ്മെന്റ് നടത്താനായിട്ട്. ഇവിടെ ഡ്യൂ ആകുന്ന മിനിമം റെന്റ് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് എൻട്രി വരുന്ന മിനിമം റെന്റ് അക്കൗണ്ട് അറ്റ് ടു വൈ ലിമിറ്റഡ് എന്നാണ്. മിനിമം റെന്റ് അക്കൗണ്ടിൽ 2 വൈ ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. 2 വൈ ലിമിറ്റഡ് എമൗണ്ട് 30,000. വൈ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ബൈ മിനിമം റെന്റ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ റോയൽറ്റിയും ഷോർട്ട് വർക്കിംഗ്സിനെയും സ്പ്ലിറ്റ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് അറ്റർ ടു മിനിമം റെന്റ് എന്നാണ് എൻട്രി വരുന്നത്. മിനിമം റെന്റ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി ബൈ ഷോർട്ട് വർക്കിംഗ്സ്. ഷോർട്ട് വർക്കിംഗ്സ് ഇവിടെ 3,000 ആണ്.
റോയൽറ്റി 27,000 ആണ്. ഇനി റോയൽറ്റിയുടെ അക്കൗണ്ടിൽ ടു മിനിമറന്റ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു മിനിമറന്റ് എമൗണ്ട് 27,000 ആണ്. അതുപോലെ തന്നെ ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ടു മിനിമറന്റ് എന്ന പോസ്റ്റിംഗ് വരും. എമൗണ്ട് 3,000 ആണ്. ഇനി എമൗണ്ട് പേയ്മെന്റ് നടത്തുന്ന എൻട്രി ആണ്. ഇവിടെയും മിനിമറന്റ് ആയിട്ടുള്ള 30,000 ആണ് പേയ്മെന്റ് നടത്തുന്നത്. വൈ ലിമിറ്റഡ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ് എൻട്രി വരുന്നത്. വൈ ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന പോസ്റ്റിംഗ് വരും. ടു ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് 30,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി റോയൽറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി എന്നാണ് എൻട്രി വരുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ പ്രൊഡക്ഷൻ 27,000. ഇനി ഷോർട്ട് വർക്കിംഗ്സിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഷോർട്ട് വർക്കിംഗ്സ് എന്നാണ് എൻട്രി. ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ പോസ്റ്റിംഗ് വരുന്നത്. ഇനി നമുക്ക് എല്ലാ അക്കൗണ്ടുകളും ക്ലോസ് ചെയ്യാം. മിനിമറന്റ് അക്കൗണ്ടിൽ രണ്ട് സൈഡും ഈക്വൽ ആണ്. ടോട്ടൽ 30,000 എടുത്തെഴുതുക. റോയൽറ്റി അക്കൗണ്ടിലും രണ്ട് സൈഡും ഈക്വൽ ആണ്. 27,000 ആണ് ടോട്ടൽ വരുന്നത്. എടുത്തെഴുതുക. വൈ ലിമിറ്റഡ് അക്കൗണ്ടിലും രണ്ട് സൈഡും ടോട്ടൽ ഈക്വൽ ആണ്. 30,000 ആണ് വരുന്നത്. ടോട്ടൽ എടുത്തെഴുതുക. ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിലും രണ്ട് സൈഡ് ഈക്വൽ ആണ്. 3,000 ആണ് വരുന്നത്. ടോട്ടൽ എടുത്തെഴുതുക. നെക്സ്റ്റ് 2030 ഡിസംബർ 31 ആണ്. ഇവിടെ റോയൽറ്റി വരുന്നത് 33,000 ആണ്. റോയൽറ്റി മിനിമറന്റിനേക്കാൾ കൂടിയ എമൗണ്ട് ആണ് വരുന്നത്. മിനിമറന്റ് 30,000 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പേയ്മെന്റ് നടത്തേണ്ടത് മിനിമറന്റ് അല്ല, മറിച്ച് റോയൽറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്യൂ ആകുന്നത് മിനിമറന്റ് അല്ല, റോയൽറ്റിയാണ് ഡ്യൂ ആകുന്നത്. കാരണം കൊടുക്കേണ്ടത് ഇവിടെ റോയൽറ്റിയാണ്. റോയൽറ്റി അക്കൗണ്ട് ടു വൈ ലിമിറ്റഡ് എന്നാണ് ഇവിടെ എൻട്രി വരുന്നത്. റോയൽറ്റി അക്കൗണ്ട് ടു വൈ ലിമിറ്റഡ് എന്നാണ് എൻട്രി. അതിന്റെ പോസ്റ്റിംഗ് റോയൽറ്റി അക്കൗണ്ടിൽ ടു വൈ ലിമിറ്റഡ് എന്ന് വരും. എമൗണ്ട് 33,000 കൊടുക്കുക. വൈ ലിമിറ്റഡ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. മിനിമം അല്ല ഇവിടെ കൊടുക്കുന്നത്, റോയൽറ്റിയാണ്. അതുകൊണ്ടാണ് ബൈ റോയൽറ്റി എന്ന് കൊടുക്കുന്നത്. എമൗണ്ട് 33,000 ആണ്. ഇവിടെ ഷോർട്ട് വർക്കിംഗ്സ് ഇല്ല, റോയൽറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ട എൻട്രിയുടെ ആവശ്യമില്ല. അടുത്തത് റോയൽറ്റി ഡ്യൂ ആകുന്നു നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. വൈ ലിമിറ്റഡ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ് എൻട്രി വരുന്നത്. വൈ ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പോസ്റ്റിംഗ് വരും. ടു ബാങ്ക് അക്കൗണ്ട് 33,000 ആണ് എമൗണ്ട് കൊടുക്കുക.
നെക്സ്റ്റ് റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി എന്നാണ് എൻട്രി വരുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ എന്ന് കൊടുക്കുക. ബൈ പ്രൊഡക്ഷൻ എമൗണ്ട് 33,000 ആണ്. ഇനി നമുക്ക് ഈ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഇവിടെ ഈ ഇയറിൽ മിനിമം റെന്റ് അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിനിമം റെന്റ് അക്കൗണ്ടിൽ യാതൊരു എൻട്രീസും ഇല്ല. അതുകൊണ്ട് മിനിമം റെന്റ് അക്കൗണ്ടിൽ നമ്മൾ ഒന്നും ചെയ്യാനായിട്ടില്ല. റോയൽറ്റി അക്കൗണ്ടിൽ രണ്ട് സൈഡും ഈക്വൽ ആണ്. 33,000 ആണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ചെയ്തിടുക. അതുപോലെ തന്നെ വൈ ലിമിറ്റഡ് അക്കൗണ്ടിൽ റോയൽറ്റി ഡ്യൂ ആയിരിക്കുന്നതും 33,000 ആണ്. അതുപോലെ തന്നെ പേയ്മെന്റ് നടന്നിരിക്കുന്നതും 33,000 ആണ്. രണ്ട് സൈഡും ഈക്വൽ ആണ്. ടോട്ടൽ ചെയ്യുക. അടുത്ത ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിൽ ആ വർഷം ഷോർട്ട് വർക്കിംഗ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം മിനിമം റെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വർഷം ഷോർട്ട് വർക്കിംഗ്സ് ഉണ്ടാകുന്നുള്ളൂ. റോയൽറ്റിയേക്കാൾ കൂടുതലാണ് മിനിമം റെന്റെങ്കിൽ ആ വർഷമാണ് മിനിമം റെന്റ് അക്കൗണ്ടിലും അതുപോലെ തന്നെ ഷോർട്ട് വർക്കിംഗ്സ് അക്കൗണ്ടിലും എൻട്രി വരുന്നത്. ഇനി 2014 ഡിസംബർ 31 ഇവിടെ റോയൽറ്റി എന്ന് പറയുന്നത് 30,000 ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ റോയൽറ്റി എമൗണ്ടും മിനിമം റെന്റ് എമൗണ്ടും ഈക്വലാണ്. എന്നാൽ ഇവിടെ റോയൽറ്റി എമൗണ്ട് അതായത് 30,000 വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളവിടെ മിനിമം റെന്റിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. റോയൽറ്റി പേയബിൾ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രി വരുന്നത് റോയൽറ്റി അക്കൗണ്ട് ടു വൈ ലിമിറ്റഡ് എന്നാണ്. റോയൽറ്റി അക്കൗണ്ടിൽ ടു വൈ ലിമിറ്റഡ് എന്ന് കൊടുക്കാം. ടു വൈ ലിമിറ്റഡ് അക്കൗണ്ട് എമൗണ്ട് 30,000 ആണ്. റോയൽറ്റി അക്കൗണ്ടിൽ ടു വൈ ലിമിറ്റഡ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി എമൗണ്ട് 30,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. വൈ ലിമിറ്റഡ് അക്കൗണ്ട് ടു ബാങ്ക് എന്നാണ് എൻട്രി വരുന്നത്. വൈ ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് കൊടുക്കുക. ടു ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് 30,000. നെക്സ്റ്റ് റോയൽറ്റിയെ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 30,000 ആണ്. ജേണൽ എൻട്രി വരുന്നത് പ്രൊഡക്ഷൻ അക്കൗണ്ട് ടു റോയൽറ്റി എന്നായിരുന്നു. റോയൽറ്റി അക്കൗണ്ടിൽ ബൈ പ്രൊഡക്ഷൻ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ഇനി നമുക്ക് എല്ലാ അക്കൗണ്ടുകളും ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാം. റോയൽറ്റി അക്കൗണ്ടിൽ രണ്ട് സൈഡ് ഈക്വലാണ്. 30,000 ആണ് വരുന്നത്. അതുപോലെ തന്നെ എക്സ് ലിമിറ്റഡിന്റെ വൈ ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ രണ്ട് സൈഡും 30,000 ആണ്. ടോട്ടൽ ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 30,000 അടുത്ത് എഴുതിയാൽ മതി. ഷോർട്ട് വർക്കിംഗ്സിന്റെ അക്കൗണ്ടിൽ ഇവിടെ പോസ്റ്റിങ്ങുകൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയുമാണ് നമ്മൾ എക്സ് ലിമിറ്റഡിന്റെ അതായത് ഡെസിയുടെ ബുക്കിലെ മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് അക്കൗണ്ട് മിനിമം റെന്റ് അക്കൗണ്ടാണ്. മിനിമം റെന്റ് അക്കൗണ്ടിൽ വരുന്ന എൻട്രീസ്, ഫസ്റ്റ് എൻട്രി ഡെബിറ്റ് സൈഡിൽ വരുന്നു. മിനിമം റെന്റ് ഡ്യൂ ആകുന്ന എൻട്രിയാണ്. മിനിമം റെന്റ് അക്കൗണ്ട് ടു വൈ ലിമിറ്റഡ് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ടു വൈ ലിമിറ്റഡ് എന്ന മിനിമം റെന്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് വരും. മിനിമം റെന്റിൻ്റെ എമൗണ്ട് ആയിരിക്കും വരുന്നത്. ഏതൊക്കെ വർഷങ്ങളിലാണോ മിനിമം റെന്റ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ആ വർഷങ്ങളിൽ മാത്രമായിരിക്കും മിനിമം റെന്റ് അക്കൗണ്ടിൽ പോസ്റ്റിംഗ് വരുന്നത്. നമുക്കറിയാം ആദ്യത്തെ 3 വർഷങ്ങളിലാണ് മിനിമം റെന്റ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ റോയൽറ്റിയാണ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട്
ആദ്യത്തെ 3 വർഷങ്ങളിൽ മാത്രമാണ് മിനിമം റെൻറ്റ് അക്കൗണ്ടിൽ എൻട്രീസ് വരുന്നത്. അങ്ങനെ 2010, 2011, 2012 ഈ വർഷങ്ങളിൽ മിനിമം റെൻറ്റ് പേയ്മെൻറ്റ് നടത്തി. അത് അതാത് വർഷങ്ങളിൽ മിനിമം റെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ടു വൈ ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. മിനിമം റെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു വൈ ലിമിറ്റഡ് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണിത്. ക്രെഡിറ്റ് സൈഡിൽ രണ്ടാമത്തെ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. റോയൽറ്റിയും ഷോർട്ട് വർക്കിങ്സിനെയും സ്പ്ലിറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് അറ്റർ ടു മിനിമം റെൻറ്റ് അക്കൗണ്ട് എന്നാണ് എൻട്രി. മിനിമം റെൻറ്റ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി ബൈ ഷോർട്ട് വർക്കിങ്സ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. 3 വർഷങ്ങളിലും അതാത് വർഷങ്ങളിലെ മിനിമം റെൻറ്റിൽ നിന്ന് റോയൽറ്റിയും ഷോർട്ട് വർക്കിങ്ങിനെയും സ്പ്ലിറ്റ് ചെയ്താണ് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. 2010 റോയൽറ്റി 21,000 ആണ്, ഷോർട്ട് വർക്കിങ്സ് 9,000 ആണ്. അതുപോലെ 2011 റോയൽറ്റി 24,000 ആണ്, ഷോർട്ട് വർക്കിങ്സ് 6,000 ആണ്. 2012 റോയൽറ്റി 27,000 ആണ്, ഷോർട്ട് വർക്കിങ്സ് 3,000 ആണ്. എൻട്രി 3 വർഷങ്ങളിലും സെയിം ആണ്, എമൗണ്ടിൽ മാത്രമേ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ. നെക്സ്റ്റ് റോയൽറ്റി അക്കൗണ്ടാണ്. റോയൽറ്റി അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു മിനിമം റെൻറ്റ് അക്കൗണ്ട് ആദ്യത്തെ 3 വർഷങ്ങളിൽ ഡെബിറ്റ് സൈഡിൽ ടു മിനിമം റെൻറ്റ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. നമ്മൾ ഏതൊക്കെ വർഷങ്ങളിലാണോ മിനിമം റെൻറ്റ് വന്നത് അതിൽ നിന്ന് റോയൽറ്റി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്ത എമൗണ്ട് ഏതാണോ അതാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് അറ്റർ ടു മിനിമം റെൻറ്റ് അക്കൗണ്ട് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ടിൽ ടു മിനിമം റെൻറ്റ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ആദ്യത്തെ വർഷം 21,000 ആണ്, രണ്ടാമത്തെ വർഷം 24,000 ആണ്, മൂന്നാമത്തെ വർഷം 27,000 ആണ്. 2013 മിനിമം റെൻ്റ് അല്ല റോയൽറ്റിയാണ് വരുന്നത്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രി റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു വൈ ലിമിറ്റഡ് എന്നായിരുന്നു. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു വൈ ലിമിറ്റഡ് എന്നായിരുന്നു. എന്നാൽ ആദ്യത്തെ 3 വർഷങ്ങളിൽ മിനിമം റെൻ്റാണ് ഡ്യൂ ആയിരുന്നത്. എന്നാൽ 2013 2014 റോയൽറ്റിയാണ് ഡ്യൂ ആവുന്നത്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റ് ടു വൈ ലിമിറ്റഡ് എന്നാണ് എൻട്രി. റോയൽറ്റി അക്കൗണ്ടിൽ ടു വൈ ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ആക്ച്വൽ റോയൽറ്റി എത്രയാണോ ആ എമൗണ്ടാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. 2013 33,000 ആണ്, 2014 30,000 ആണ്. ക്രെഡിറ്റ് സൈഡിൽ എല്ലാ വർഷവും ഒരേ എൻട്രി തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. റോയൽറ്റിയെ പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. പ്രൊട്ടക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഓരോ വർഷത്തെയും റോയൽറ്റിയുടെ എമൗണ്ട് എത്രയാണോ അത് പ്രൊട്ടക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ എല്ലാ വർഷവും അക്കൗണ്ട് ബാലൻസ് ഒന്നുമില്ലാതെ 2 സൈഡും ഈക്വലാവുന്നു, ക്ലോസ് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് വൈ ലിമിറ്റഡ് അക്കൗണ്ട്. വൈ ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ 2010 ക്രെഡിറ്റ് സൈഡിൽ ബൈ മിനിമം റെൻ്റ് അക്കൗണ്ട് 30,000. മിനിമം റെൻ്റ് ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മിനിമം റെൻ്റ് അക്കൗണ്ട് അറ്റ് ടു വൈ ലിമിറ്റഡ് എന്നായിരുന്നു എൻട്രി. മിനിമം റെൻ്റ് അക്കൗണ്ട് അറ്റ് ടു വൈ ലിമിറ്റഡ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. അതിൻ്റെ പോസ്റ്റിംഗ് ആണ് വൈ ലിമിറ്റഡ് അക്കൗണ്ടിൽ ബൈ മിനിമം റെൻ്റ് എന്ന് വന്നിരിക്കുന്നത്. 2010, 2011, 2012 ഈ വർഷങ്ങളിൽ മിനിമം റെൻ്റ് എമൗണ്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. 30,000 ആണ് അവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്. അത് മിനിമം റെൻ്റ് ആയതുകൊണ്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ടാണ് ബൈ മിനിമം റെൻ്റ് അക്കൗണ്ട് എന്ന് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്.
ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് വൈ ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. വൈ ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. വൈ ലിമിറ്റഡിന് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. മിനിമറൻ്റോ റോയൽറ്റിയോ ആയിക്കോട്ടെ, പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രി സെയിം ആണ്. അതിൻ്റെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ എല്ലാ ഇയറിലും സെയിം എൻട്രി തന്നെയാണ് വന്നിരിക്കുന്നത്. എമൗണ്ടിൽ 2013 മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. കാരണം ആ വർഷം റോയൽറ്റി 33,000 ഉണ്ടായിരുന്നു. അതുകൊണ്ട് റോയൽറ്റി എമൗണ്ടാണ് പേയ്മെൻറ്റ് നടത്തിയത്. ക്രെഡിറ്റ് സൈഡിൽ 2013 ബൈ റോയൽറ്റി 2013 റോയൽറ്റിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്, മിനിമം റെൻ്റ് അല്ല. അതുകൊണ്ടാണ് ബൈ റോയൽറ്റി അക്കൗണ്ട് എന്ന് വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ ടു വൈ ലിമിറ്റഡ് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ ടു വൈ ലിമിറ്റഡ്, റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. 2013 2014 റോയൽറ്റിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ടാണ് ബൈ റോയൽറ്റി അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 2013 33,000 2014 30,000 ആയിരുന്നു എമൗണ്ട്. റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണിത്. വൈ ലിമിറ്റഡ് അക്കൗണ്ടിൽ എല്ലാ വർഷവും രണ്ട് സൈഡും ഈക്വൽ ആവുന്നു. അതുകൊണ്ട് ബാലൻസ് ഒന്നും ഇല്ല. നെക്സ്റ്റ് ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട്. ഷോർട്ട് വർക്കിങ്സ് എല്ലാ ഇയറിലും നമുക്ക് എൻട്രി റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഏതൊക്കെ വർഷങ്ങളിലാണോ ഷോർട്ട് വർക്കിങ്സ് വന്നിട്ടുള്ളത് ആ വർഷങ്ങളിൽ മാത്രമാണ് ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ടിൽ എൻട്രി വരുന്നത്. മിനിമറിൻ്റെ ഏതൊക്കെ കേസിലാണോ വന്നിട്ടുള്ളത് ആ വർഷങ്ങളിലൊക്കെയാണ് ഷോർട്ട് വർക്കിങ്സും വരുന്നത്. ആദ്യത്തെ 3 വർഷങ്ങളിലാണ് മിനിമറിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ആ 3 വർഷങ്ങളിലാണ് ഷോർട്ട് വർക്കിങ്സും വരുന്നത്. ഡെബിറ്റ് സൈഡിൽ ടു മിനിമറൻ്റ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. റോയൽറ്റി അക്കൗണ്ട് അറ്റർ ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് അറ്റർ ടു മിനിമറൻ്റ്. മിനിമറൻ്റിൽ നിന്ന് റോയൽറ്റിയും ഷോർട്ട് വർക്കിങ്സിനെയും സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന എൻട്രി, ആ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ടു മിനിമറൻ്റ് എത്രയാണോ ഓരോ വർഷത്തെയും ഷോർട്ട് വർക്കിങ്സ് ആ എമൗണ്ടാണ് ഇവിടെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ഷോർട്ട് വർക്കിങ്സ് അക്കൗണ്ട് എന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് വൈ ലിമിറ്റഡ്, ലെസറുടെ ബുക്കിലെ ജേണൽ എൻട്രീസ് ആണ്. 2010 December 31 എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റർ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. റോയൽറ്റി റിസീവബിൾ ആകുന്ന അല്ലെങ്കിൽ റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ് എക്സ് ലിമിറ്റഡിൽ നിന്നാണ് കിട്ടാനുള്ളത്. ലെസറെ സംബന്ധിച്ചിടത്തോളം മിനിമറൻ്റ് ആണെങ്കിലും റോയൽറ്റി ആണെങ്കിലും എല്ലാം റോയൽറ്റി റിസീവബിൾ ആണ്. നെക്സ്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു എക്സ് ലിമിറ്റഡ് അക്കൗണ്ട്. റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. ബാങ്കിലേക്ക് ക്യാഷ് വരുന്നു, അതാണ് ബാങ്കിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എമൗണ്ട് 30,000 തന്നെയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. ലെസറെ സംബന്ധിച്ചിടത്തോളം റോയൽറ്റി എന്ന് പറയുന്നത് ഇൻകമാണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് 2011 December 31 എൻട്രീസ് സെയിം ആണ്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റർ ടു റോയൽറ്റി റിസീവബിൾ, റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. എമൗണ്ട് 30,000. നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു എക്സ് ലിമിറ്റഡ് അക്കൗണ്ട്, റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. എമൗണ്ട് 30,000. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എമൗണ്ട് 30,000 ആണ്.
നെക്സ്റ്റ് 2012 സെയിം എൻട്രീസ് തന്നെയാണ്. ഇവിടെയൊക്കെ മിനിമം റെൻ്റാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് ലെസർക്ക് കിട്ടുന്ന 30,000 തന്നെയാണ്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി റിസീവ്ഡ് അക്കൗണ്ട് റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ് എമൗണ്ട് 30,000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് എമൗണ്ട് 30,000 തന്നെയാണ്. നെക്സ്റ്റ് റോയൽറ്റി റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റോയൽറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് എമൗണ്ട് 30,000 ആണ്. നെക്സ്റ്റ് 2013 ഡിസംബർ 31 2013 റോയൽറ്റിയാണ്, ആക്ച്വൽ റോയൽറ്റിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. കാരണം ആ വർഷം 33,000 റോയൽറ്റി വരുന്നുണ്ടായിരുന്നു. എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി റിസീവ്ഡ് അക്കൗണ്ട് റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. പക്ഷേ എമൗണ്ട് 33,000 വരുന്നുണ്ട്. നെക്സ്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ലിമിറ്റഡ് എമൗണ്ട് 33,000 റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. എൻട്രി സെയിം തന്നെയാണ്, എമൗണ്ടിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. നെക്സ്റ്റ് റോയൽറ്റി റിസീവ്ഡ് അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് 33,000 ആണ്. നെക്സ്റ്റ് 2014 ഡിസംബർ 31 ആണ്. അവിടെയും ആക്ച്വൽ റോയൽറ്റിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ എൻട്രിയിൽ വ്യത്യാസമൊന്നുമില്ല. എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു റോയൽറ്റി റിസീവ്ഡ് അക്കൗണ്ട് 30,000 റോയൽറ്റി ഡ്യൂ ആവുന്ന എൻട്രിയാണ്. നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് എമൗണ്ട് 30,000 ആണ്, റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. നെക്സ്റ്റ് റോയൽറ്റി റിസീവ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റോയൽറ്റി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. എമൗണ്ട് 30,000 ആണ്. 2014 ആക്ച്വൽ റോയൽറ്റിയും മിനിമം റെൻറ്റും സെയിം എമൗണ്ട് തന്നെയാണ് വരുന്നത്. അവിടെ ആക്ച്വൽ റോയൽറ്റിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. മിനിമം റെൻറ്റ് കേസ് വരുന്നില്ല. ഇവിടെ ലെസറുടെ ബുക്കിൽ എല്ലാ വർഷവും എൻട്രീസ് സെയിം ആണ്, എമൗണ്ടിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ഏത് എമൗണ്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്ന് മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് വൈ ലിമിറ്റഡ്. ലെസറുടെ ബുക്കിലെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. റോയൽറ്റി റിസീവ്ഡ് അക്കൗണ്ട്, എക്സ് ലിമിറ്റഡ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മൂന്ന് അക്കൗണ്ടുകളാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നതായിട്ടുള്ളത്. ഫസ്റ്റ് എൻട്രി 2010 ഡിസംബർ 31 വരുന്നത്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി റിസീവബിൾ, എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ടു റോയൽറ്റി റിസീവബിൾ എന്നാണ് എൻട്രി. റോയൽറ്റി ഡ്യൂ ആവുന്നതിൻ്റെ, അതായത് റോയൽറ്റി കിട്ടാനുള്ള അർഹത ഉണ്ടാകുന്നതിൻ്റെ എൻട്രിയാണ് ഇവിടെ വരുന്നത്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു റോയൽറ്റി റിസീവബിൾ. ഡിസംബർ 31. ഇവിടെ കിട്ടാനുള്ള അർഹത ഉണ്ടാകുന്നത് മിനിമം റെന്റ് എമൗണ്ട് ആണ്, 30,000 ആണ്. എക്സ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ എക്സ് ലിമിറ്റഡ്. നമുക്കറിയാം ആദ്യത്തെ വർഷം മിനിമം റെന്റ് ആണ് പേയ്മെന്റ് നടത്തേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് മിനിമം റെന്റ് എമൗണ്ട് ആയിട്ടുള്ള 30,000 വന്നിരിക്കുന്നത്. സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത് റോയൽറ്റി റിസീവ് ചെയ്യുന്നതാണ്. ഇവിടെ ലെസർക്ക് റോയൽറ്റി കിട്ടുന്ന എൻട്രിയാണ് വന്നിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ലിമിറ്റഡ്, എക്സ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. ബൈ ബാങ്ക്. എമൗണ്ട് 30,000 ആണ്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എൻട്രി വരുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ റോയൽറ്റി റിസീവബിൾ, ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്
amount 30,000. Royalty receivable account to profit and loss account. ഇത്രയും എൻട്രീസ് ആണ് വരുന്നത്. നമുക്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡിലും ഈക്വൽ ആണ് എമൗണ്ട്. അതുകൊണ്ട് ടോട്ടൽ എടുത്ത് എഴുതുക 30,000. അതുപോലെ തന്നെ എക്സ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിലും രണ്ട് സൈഡും ഈക്വൽ ആണ് എമൗണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ എടുത്ത് എഴുതുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സൈഡ് ക്രെഡിറ്റ് സൈഡ് മാത്രം നമുക്ക് ടോട്ടൽ ചെയ്തിടാം. ഇവിടെ റോയൽറ്റി റിസീവബിൾ എന്ന് പറയുന്നത് അഥവാ റോയൽറ്റി എന്ന് പറയുന്നത് ലെസറെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണ്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് 2011 ഡിസംബർ 31 എൻട്രീസ് ആണ്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി റിസീവബിൾ എന്നാണ് ആദ്യത്തെ എൻട്രി. റോയൽറ്റി ഡ്യൂ ആകുന്നതിൻ്റെ എൻട്രിയാണ്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ എന്ന പോസ്റ്റിംഗ് വരും. ടു റോയൽറ്റി റിസീവബിൾ. ടു റോയൽറ്റി റിസീവബിൾ എമൗണ്ട് 30,000 ആണ്. 2011 ഡിസംബർ 31 ആണ് ഡേറ്റ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ എക്സ് ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 30,000 ആണ്. 2011 ഡിസംബർ 31 ആണ് ഡേറ്റ്. സെക്കൻഡ് എൻട്രി റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു എക്സ് ലിമിറ്റഡ് എന്നാണ് എൻട്രി. എക്സ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് 30,000 ആണ്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന പോസ്റ്റിംഗ് വരും. എമൗണ്ട് 30,000 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. നമുക്ക് ഇനി അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും 30,000 ആണ് എമൗണ്ട് വരുന്നത്. ക്ലോസ് ചെയ്യാം. എക്സ് ലിമിറ്റഡിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. എമൗണ്ട് 30,000 ആണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന എമൗണ്ട് 30,000 ആണ്. അത് ജസ്റ്റ് ടോട്ടൽ ചെയ്ത് കാണിക്കുക. ഈ കേസിലും എന്താണ് മിനിമം എമൗണ്ട് ആയിട്ടുള്ള 30,000 ആണ് പേയ്മെന്റ് നടത്തേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 30,000 ഡ്യൂ ആകുന്നതായിട്ടും 30,000 റിസീവ് ചെയ്യുന്നതായിട്ടും ഒക്കെ എൻട്രി കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് 2012 എൻട്രീസ് ആണ്. ഇതുപോലെയൊക്കെ തന്നെയാണ് എൻട്രീസ് വന്നിരിക്കുന്നത്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി റിസീവബിൾ. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയാണ്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി റിസീവബിൾ. എക്സ് ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ എന്ന പോസ്റ്റിംഗ് വരും. എമൗണ്ട് 30,000 ആണ്. ഡേറ്റ് 2012 ഡിസംബർ 31. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ എക്സ് ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 30,000 ആണ്.
2012 ഡിസംബർ 31 എന്നാണ് ഡേറ്റ് വരുന്നത്. സെക്കൻഡ് എൻട്രി റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു എക്സ് ലിമിറ്റഡ് എന്നാണ് എൻട്രി വരുന്നത്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്നായിരിക്കും പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 30,000 ആണ്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എൻട്രി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 30,000 ആണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു P&L അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 30,000 ആണ്. ഡേറ്റ് 2012 ഡിസംബർ 31. നമുക്ക് ഇനി അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. 30,000 ആണ് വരുന്നത്. നോട്ട് ചെയ്തിടുക. അതുപോലെ തന്നെ എക്സ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിലും രണ്ട് സൈഡ് ഈക്വൽ ആണ്. നോട്ട് ചെയ്യുക. അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡും നോട്ട് ചെയ്ത് കാണിക്കും. നെക്സ്റ്റ് 2013 ഡിസംബർ 31 എൻട്രീസ് ആണ്. ഇവിടെ മിനിമറിന്റെ അല്ല പേയ്മെന്റ് നടത്തുന്നത്. റോയൽറ്റി എമൗണ്ട് ആണ് 33,000 ആണ് ഇവിടെ കിട്ടാനായിട്ടുള്ളത്. പക്ഷേ എമൗണ്ടിലോ എൻട്രിയിലോ ഒക്കെ കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. കാൽക്കുലേഷൻസ് ഒന്നും അഡീഷണൽ ആയിട്ട് വരുന്നില്ല. എൻട്രി ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്ന എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് ടു റോയൽറ്റി റിസീവബിൾ എന്ന എൻട്രിയാണ്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ എന്ന പോസ്റ്റിംഗ് വരും. എമൗണ്ട് 33,000 ആണ്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ എന്ന പോസ്റ്റിംഗ് വന്നു. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ എക്സ് ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 33,000 ആണ്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു P&L അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 33,000 ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. എമൗണ്ട് 33,000 ആണ്. ഇനി അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ടുകൾ ഈക്വൽ ആണ്. 33,000 ആണ്. ടോട്ടൽ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് 33,000 ആണ്. ടോട്ടൽ ചെയ്യുക. ഇനി 2014 ഡിസംബർ 31 എൻട്രീസ് ആണ് വരുന്നത്. ഈ കേസിൽ 2013 മിനിമറന്റിന്റെ സ്ഥാനത്ത് റോയൽറ്റി വന്നിരിക്കുന്നു എന്ന വ്യത്യാസങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതിന് തൊട്ട് മുമ്പത്തെ 3 വർഷങ്ങളിലും മിനിമറന്റ് ആയിട്ടുള്ള 30,000 ആണ് ലെസർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് 30,000 എമൗണ്ട് വന്നിരിക്കുന്നു. 2013 33,000 റോയൽറ്റി എമൗണ്ട് ആണ് ലെസർക്ക് കിട്ടുന്നത്.
ആ ഒരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി 2014 സെയിം എൻട്രീസ് തന്നെയാണ് വരുന്നത്. റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രി എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് ലെറ്റർ ടു റോയൽറ്റി റിസീവബിൾ. എക്സ് ലിമിറ്റഡ് അക്കൗണ്ടിൽ ടു റോയൽറ്റി റിസീവബിൾ. എമൗണ്ട് 30,000 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. റോയൽറ്റി എമൗണ്ട് 30,000 ആണ്. 2014 ഡിസംബർ 31 ആണ് ഡേറ്റ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ബൈ എക്സ് ലിമിറ്റഡ് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 30,000 ആണ്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി റിസീവ് ചെയ്യുന്ന എൻട്രി ആണ്. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു എക്സ് ലിമിറ്റഡ് എന്നാണ് എൻട്രി വരുന്നത്. എക്സ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ബൈ ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് 30,000 ആണ്. നെക്സ്റ്റ് എൻട്രി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് 30,000 ആണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നാണ് പോസ്റ്റിംഗ് വരുന്നത്. എമൗണ്ട് 30,000 ആണ്. ഇനി നമുക്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാം. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വലാണ്. 30,000 ആണ് വരുന്നത്. 30,000 എടുത്ത് ടോട്ടലായിട്ട് എഴുതുക. എക്സ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ പോലെ തന്നെ രണ്ട് സൈഡിലും എമൗണ്ട് ഈക്വൽ ആണ്. 30,000 ആണ് വരുന്നത്. രണ്ട് സൈഡിലും ടോട്ടൽ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ 30,000 ആണ്. ടോട്ടൽ ചെയ്ത് കാണിക്കുക. ഇത്രയാണ് ലെസറിന്റെ ബുക്കിൽ മെയിനായിട്ട് വരുന്ന അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് റോയൽറ്റി റിസീവബിൾ ആകുന്ന അല്ലെങ്കിൽ റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് ലെറ്റർ ടു റോയൽറ്റി റിസീവബിൾ എന്നായിരുന്നു എൻട്രി. 2010 തുടങ്ങി 2012 വരെ എല്ലാ ഇയറിലും 3 വർഷങ്ങളിലും 30,000 ആണ് റോയൽറ്റി ഡ്യൂ ആകുന്നത്. അതായത് മിനിമം എൻ്റെ എമൗണ്ടാണ് ഡ്യൂ ആകുന്നത്. അതുകൊണ്ട് 3 വർഷങ്ങളിലും ബൈ എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് എന്നാണ് ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. എമൗണ്ട് 30,000 ആണ്. ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. ആദ്യത്തെ 3 വർഷങ്ങളിൽ 30,000 ആയിരുന്നു. മിനിമം റെൻ്റ് എമൗണ്ടായ 30,000 ആയിരുന്നു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിൽ എമൗണ്ട് വന്നിരുന്നത്. ആ സെയിം എമൗണ്ട് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. (2013) ക്രെഡിറ്റ് സൈഡിൽ ബൈ എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് 33,000 ആണ്. ആ വർഷം റോയൽറ്റി മിനിമം റെൻറ്റിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. ആ വർഷത്തെ റോയൽറ്റി 33,000 ആണ്. അതുകൊണ്ട് ആ എമൗണ്ടാണ് റോയൽറ്റി റിസീവബിൾ ആയിട്ട് വരുന്നത്. 2014 ബൈ എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ റോയൽറ്റി 30,000 ആണ് എമൗണ്ട് വരുന്നത്. ഡെബിറ്റ് സൈഡിൽ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതാത് വർഷങ്ങളിലെ റോയൽറ്റി എമൗണ്ട് എത്രയാണോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണത്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. നെക്സ്റ്റ്
എക്സ് ലിമിറ്റഡ് അക്കൗണ്ട്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട്, റോയൽറ്റി ഡ്യൂ ആകുന്ന എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് വന്നിരിക്കുന്നത്. എക്സ് ലിമിറ്റഡ് അക്കൗണ്ട് അറ്റർ ടു റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. ആദ്യത്തെ 3 വർഷങ്ങളിൽ 2010 തുടങ്ങി 2012 വരെയുള്ള വർഷങ്ങളിൽ മിനിമം റെൻ്റായിട്ടുള്ള 30,000 ആണ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നത്. ആ എമൗണ്ടാണ് റിസീവ് ചെയ്യുന്നത്. അതുകൊണ്ട് 30,000 ആണ് ആദ്യത്തെ 3 വർഷങ്ങളിൽ ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന എമൗണ്ട്. 2013 റോയൽറ്റി റിസീവബിൾ 33,000 ആണ്. ആ ഇയറിൽ റോയൽറ്റി മിനിമം റെൻറ്റിനേക്കാൾ കൂടുതലാണ് വന്നിരിക്കുന്നത്. ആ വർഷത്തെ റോയൽറ്റി 33,000 ആണ്. അതുകൊണ്ട് ലെസർ റിസീവ് ചെയ്യുന്ന എമൗണ്ട് 33,000 ആണ്. 2014 റോയൽറ്റി റിസീവബിൾ 30,000 ആണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് അക്കൗണ്ട് അതാത് വർഷങ്ങളിലെ റോയൽറ്റി റിസീവ് ചെയ്യുന്നത്, ബാങ്കിലോട്ട് റിസീവ് ചെയ്യുന്നതിൻ്റെ എൻട്രിയുടെ പോസ്റ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു എക്സ് ലിമിറ്റഡ് എന്നായിരുന്നു എൻട്രി. എക്സ് ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിൽ ബൈ ബാങ്ക് അക്കൗണ്ട് എന്നാണ് ഓരോ വർഷവും വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന അതേ എമൗണ്ട് തന്നെയാണ് ക്രെഡിറ്റ് സൈഡിലും ഓരോ വർഷവും വന്നിരിക്കുന്നത്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലെസറുടെ ബുക്കിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എല്ലാ വർഷവും ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അതാത് വർഷത്തെ റോയൽറ്റി റിസീവ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിച്ചിരിക്കുന്നു. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ് ക്ലോസ് ചെയ്യുന്നത്. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് അറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിരുന്നു എൻട്രി. ആദ്യത്തെ 3 വർഷങ്ങളിൽ 30,000 ആയിരുന്നു റിസീവ് ചെയ്തിരിക്കുന്ന റോയൽറ്റി. ആ സെയിം എമൗണ്ട് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റിട്ടേൺ ഓഫ് ചെയ്തിരിക്കുന്നത്. 2013 33,000 ആയിരുന്നു റോയൽറ്റി. അതുകൊണ്ട് 2013 33,000 റോയൽറ്റി എമൗണ്ടാണ് റൈറ്റ് ഓഫ് ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. 2014 റോയൽറ്റി 30,000 ആയിരുന്നു. അതുകൊണ്ട് 30,000 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ റോയൽറ്റി റിസീവബിൾ എന്ന് കൊടുത്തിരിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന മറ്റ് ട്രാൻസാക്ഷൻസ് എൻട്രീസ് നമുക്കറിയില്ല. റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. അതുകൊണ്ട് ആ ഒരു ട്രാൻസാക്ഷൻ മാത്രമാണ് നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. Thank you for watching this video.